ഈ ഒരൊറ്റ ഡ്രിങ്ക് മതി നോമ്പ് തുറക്കാനായിട്ട്. ഫ്രൂട്ട്സും ജ്യൂസും ഒന്നും എക്സ്ട്രാ വേണ്ട. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1.5 സ്പൂണ് കസ്റ്റർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച ശേഷം ഈ ഒരു കസ്റ്റർഡ് മിൽക്കിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഭയങ്കരമായിട്ട് കുറുക്കിയെടുക്കരുത്. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി അത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കുക. വേറൊരു ബൗളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആപ്പിളും മുന്തിരിയും പഴവും പിന്നെ കുറച്ച് ഷമാമും കൂടി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചിയ സീഡ്സ് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അതും പിന്നെ കുറച്ച് ചൗരി വേവിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റർഡ് മിൽക്കിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാല് തിളപ്പിക്കുമ്പോൾ തന്നെ. ഫ്രൂട്ട്സിലൊക്കെ മധുരമുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് തണുപ്പിച്ചിട്ട് ഇതുപോലെ കഴിക്കാം കേട്ടോ.